കണ്ടോ? എൻ്റെ മുടി നരച്ചെണ്ണ കണ്ടോ? കണ്ട 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 ഇതൊക്കെ സൈഡിലൊക്കെ കണ്ട ഇതിനൊക്കെ ഇങ്ങനെയാണ് എൻ്റെ നര. കണ്ടല്ലോ, ഇങ്ങനെ നരയ്ക്കും. കണ്ടോ? ഇനി പിൻഭാഗത്ത് കണ്ടോളൂ. കാണാല്ലേ? കാണാല്ലേ? കണ്ട? കണ്ട? അപ്പൊ നമ്മളെ കണ്ടോ? ഇവിടെയൊക്കെ കാണാല്ലേ നിങ്ങൾക്ക്? നല്ല വൃത്തിയിൽ നമ്മളിങ്ങനെ ബ്രഷിലേക്ക് ആക്കുക, ഇങ്ങനെ ആക്കുക. കണ്ടല്ലോ? ഇപ്പൊ നമ്മളിവിടെ ഒന്നും നരച്ചത് അറിയണില്ലല്ലോ. ഇനി നമ്മൾ ചീന്തി വൃത്തിയിൽ വെച്ച് പോയി നമ്മൾ അറിയില്ല. എൻ്റെ ഇവിടെ നെറ്റിയുടെ അവിടെ കുറച്ചായിട്ട് അതൊന്ന് ഞാൻ തുടച്ച് കളയട്ടെ കണ്ണാടി നോക്കിയിട്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു ഇത്. ഇനി നമുക്കിത് 2 തരത്തിൽ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോളൂ. അതിനായിട്ട് കണ്ടോ, നമ്മൾ ഇത്തിരി പൊടി എടുക്കുക. കുറച്ചെടുത്താൽ മതി, വേസ്റ്റ് ആക്കി കളയരുത്. അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, കാലാകാലത്തിന് കേടുവരില്ല. പിന്നെ നമ്മൾ ചെയ്യണത് അലോവേരയുടെ ജെല്ല്. അത് നമ്മൾ ഫ്രഷ് ജെല്ല് എടുക്കണ്ട, കടയിൽ നിന്ന് വാങ്ങിയ ജെല്ലാണ് ഇതിന് പറ്റുക. ഫ്രഷ് ജെല്ലാകുമ്പോൾ അത്ര തന്നെ ഗുണം ചെയ്യില്ല. കണ്ടോ? കുറച്ച് അലോവേര ജെല്ല് എടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് യോജിപ്പിക്കുക. നല്ല നൈസായിട്ട് പൊടിക്കണം. അതിന് ഇത് കൈ കൊണ്ട് കൂട്ടി യോജിപ്പിക്കാൻ ഇപ്പൊ തേക്കാനുള്ളതല്ലേ. നന്നായി. കണ്ടോ? ഇനി ഇതിങ്ങനെ നമ്മൾക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് മുടിയിൽ തേക്കാം. നല്ല കറുപ്പാണ്. കണ്ടു? പ്യുവർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ്. ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അടുത്തത് നമ്മൾ എങ്ങനെ തയ്യാറാക്കാന്ന് കാണിച്ചു തരാം. ഒന്നും വേസ്റ്റാക്കി കളയരുത്, കുറച്ചെടുത്താൽ മതി. നമുക്ക് ഇത് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിന് പാകത്തിന് നമ്മൾ നല്ല വെർജിൻ കോക്കനട്ട് ഓയിലാണിത്. നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിലാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കയ്യിൽ ചാലിക്കുക. എന്നിട്ട് നമ്മൾ അധികം എണ്ണ ഏറാതെ നോക്കണം. ഒന്ന് ടൈറ്റ് ആയിട്ട് കലക്കുക. നല്ല പ്യുവർ ബ്ലാക്കാ. കണ്ടില്ലേ? നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ബ്രഷ് എടുത്തിട്ട് മുടിയിൽ തേക്കുക. ഈ രണ്ടും കുഴപ്പമില്ല, രണ്ടും നല്ല കറുപ്പാണ്. നമ്മളെ നരശേഖര അറിയില്ലേ പുറത്തേക്ക് ഇറങ്ങിയാൽ. ഇതങ്ങനെ ഒരു ഭാഷയിലൊന്നും പോവില്ല. നമ്മള് പിന്നെ ഇത് കഴുകാതിരിക്കുക. ഇത് നമ്മൾ കഴുകാതെ പുറത്തേക്ക് പോയാൽ മതി. ഇനി ഇതെങ്ങനെ തേക്കാന്ന് കാണിച്ചു തരാം. ഇത് നമ്മളെ മുടിയിൽ പരട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുടിയിൽ കൂടും പാടില്ല, നമ്മൾ എണ്ണയും പാടില്ല. ഇങ്ങനെ പല്ലകലുള്ള ചീർപ്പുകൊണ്ട് നല്ല വൃത്തിയിൽ ചീന്തി വെച്ചതിന്റെ ശേഷം വേണം നമ്മളിത് തേക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ തേച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കളയാം. ഇനി നിങ്ങൾ ഷാമ്പു ഇല്ലാതെ കഴുകി കളയാച്ചാൽ നിങ്ങളെ മുടിയിൽ കുറേ നിൽക്കുന്നുണ്ടത്. അല്ല, ഷാമ്പു തേച്ചാലേ അത് പോകണുള്ളൂ. അല്ലെങ്കിലോ ഇത് ലൈറ്റായിട്ട് തേച്ചിട്ട് ഇങ്ങനെ ചീന്തി വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോവാം. ഒരു കുഴപ്പമില്ല. ഇത് കെമിക്കലൊന്നുമില്ല. നമ്മളെ വീട്ടിലത്തെ സാധനങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ, നമ്മളെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് തേച്ചിട്ട് പുറത്തേക്ക് പോകാന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ നമ്മളെ കണ്ടോ, ഇവിടെയൊക്കെ കാണാല്ലേ നിങ്ങൾക്ക്? നല്ല വൃത്തിയിൽ നമ്മളിങ്ങനെ ബ്രഷിലേക്ക് ആക്കുക, ഇങ്ങനെ ആക്കുക. കണ്ടല്ലോ? ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്നും നരച്ചത് അറിയണില്ലല്ലോ. ഇനി നമ്മൾ ചീന്തി വൃത്തിയിൽ വെച്ച് പോയി നമ്മൾ അറിയില്ല. എൻ്റെ ഇവിടെ നെറ്റിയുടെ അവിടെ കുറച്ചായിട്ട് അതൊന്ന് ഞാൻ തുടച്ച് കളയട്ടെ കണ്ണാടി നോക്കിയിട്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു ഇത്. പിന്നെ അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചീന്തി വെച്ച് പുറത്തേക്ക് പോയി ആരും അറിയില്ല. നമ്മളെ മുടിയുടെ ബാക്കിലേക്കൊന്നും തേക്കരുത് കേട്ടോ. ഈ ഫ്രണ്ടിലാണ് എല്ലാവരും നര, അതുപോലെ വകച്ചില്ല അവിടെ മാത്രം തേച്ചിട്ട് നമ്മൾ ഒരു പോളിഷ് ചെയ്യുക. ചീന്തിയതിന്റെ ശേഷം പുറത്തു കൂടെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചീർപ്പുകൊണ്ട് നമ്മൾ ചീന്തി വെക്കുക. പുറത്തു കൂടെ വല്ല അഴിയും നരച്ച് കാണുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നമ്മൾ വീണ്ടും ഈ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ അവിടെ മാത്രം ബ്രഷിലാക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ടില്ലേ? അങ്ങനെ മതി. ഇവിടെയൊക്കെ എൻ്റെ കയ്യമ്പിൽ കുറച്ചായി കേട്ടോ. അത് കുഴപ്പമില്ല. അതൊക്കെ ഒത്തിരി പോവാൻ പ്രയാസമാണ്. അത് നമ്മൾ നല്ല നനച്ച തുണി കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഇവിടെ വെളിച്ചെണ്ണയോ വാസലിനോ എന്തെങ്കിലും തേച്ചിട്ടാണ് തേക്കുക. എന്നാൽ പിന്നെ നെറ്റിയിലായതൊക്കെ വൃത്തിയാവും. തുടച്ചാണ് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ ചീന്തി വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇങ്ങനത്തെ ചിരട്ടയാണ് കേട്ടോ. നിങ്ങൾ എത്ര ചിരട്ട വേണമെങ്കിലും എടുക്കാം.
അപ്പൊ നമ്മളിത് ഗ്യാസിൽ വെച്ച് കത്തിക്കാം. ഞാൻ കുറച്ചാവുകൊണ്ട് ഗ്യാസിൽ വെച്ചിട്ടാട്ടോ കത്തിക്കണത്. നമ്മൾ ഈ കത്തി പിടിക്കാൻ വേണ്ടി ഒരു പച്ചകർപ്പൂരം ഇതിലേക്ക് വെക്കാം. എങ്കിൽ ഇതിന്റെ നാളം തട്ടിയ വേഗം ചിരട്ട കത്തിപ്പിടിക്കും. ഇതേ നമ്മൾ പ്രാചീന കാലം മുതൽക്ക് തന്നെ നമ്മൾ ചിരട്ട നമുക്ക് നല്ലതാണ് കേട്ടോ. മുടി കറുക്കാനും മുടി വളരാനും ചിരട്ടക്കരി എണ്ണ നമ്മൾ മുടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലതാണ്, എല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ ഇത് നമ്മൾ നന്നായി കരിക്കണം കേട്ടോ. ഇത് കരിച്ച് തണുക്കാൻ വെക്കണം. ചൂടോടെ ഒരിക്കലും മിക്സിയിലിട്ട് പൊടിക്കരുത്. ഇനി അമ്മിക്കല്ലിലാണെങ്കിലും ഇത് നമ്മൾ ചൂട് ആറിയതിന്റെ ശേഷം പൊടിച്ചെടുക്കുക. ഇതിൽ മെയിൻ ആയിട്ട് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാണ്ട്. അപ്പൊ ഈ ചിരട്ട നന്നായി കത്തിപ്പിടിക്കട്ടെ. അപ്പൊ നമ്മള് ചെറിയ തോതിൽ മതിയിട്ടോ ഗ്യാസ് കത്തിക്കുക. അപ്പൊ നമ്മളെ പച്ചക്കർപ്പൂരം നിന്ന് കത്തുന്നത് എല്ലാവർക്കും കാണുന്നില്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ ചിരട്ട നന്നായി കത്തുക. നിങ്ങൾക്ക് 4 or 5 ഒക്കെ ചിരട്ട ഇതേപോലെ. അപ്പൊ ഇങ്ങനെ ഗ്യാസിൽ പിടിക്കണ്ട കേട്ടോ. ഒരു മൺചട്ടിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ആകാത്ത ഇങ്ങനത്തെ ഒരു പാത്രത്തിലോ എന്തെങ്കിലും നിങ്ങൾ ചിരട്ട വെക്കുക. പച്ചക്കർപ്പൂരം ഇട്ടിട്ടാണ് കേട്ടോ ചിരട്ട പെട്ടെന്ന് കത്തിപ്പിടിക്കുക. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ ഈ ചിരട്ട ഇങ്ങനെ കത്തി. ഇനി ഗ്യാസ് കെട്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലിട്ട് കത്തിച്ചാൽ മതി. ഇനി ഗ്യാസ് ഞാൻ കെടുത്തുക. നന്നായി കത്തി ദഹിക്കട്ടെ ചിരട്ട. എന്നാലേ അത് പൊടിച്ചാൽ പൊടിയുള്ളൂ. അല്ലെങ്കിൽ നല്ല ബലം ഉണ്ടാവുന്ന സാധനമാണ്. അപ്പൊ നമ്മളെ ചിരട്ട ഇവിടെ ഏകദേശം കത്തി കഴിയാറായിട്ടോ. അപ്പൊ നല്ല ഒന്ന് അമരണം. അപ്പോഴാണ് നമ്മൾ നിർത്താവുള്ളൂ. ഒരു കാരണവശാലും ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളത്തിന്റെ അംശം പാടില്ല. ഇത് നമുക്ക് പൊടിച്ചു വെച്ച് ചെറിയൊരു ഡപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാം, ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട്. ഇനി അത് നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു വിശാലമായ പാത്രത്തിലേക്ക്. ഇതിൽ നല്ല ചൂടാണ്. അപ്പൊ ഇതിങ്ങനെ ഇരുന്നിട്ടൊന്ന് ആറട്ടെ. ആറാൻ വേണ്ടിയിട്ട് കനല് കെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം. ഇത്തിരി വലിയ പാത്രത്തില് കണ്ട ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് കണ്ട. ഇനി ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലൊരു കാര്യം ചെയ്യാനും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ചിരട്ടയിലേക്ക് ഒരു വലിയ ടീസ്പൂൺ കരിഞ്ജീരകം. അത് ശരിക്കും കണക്ക് വേണം കേട്ടോ. ആ ശരിക്കുള്ള കണക്കല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ഫലം കിട്ടില്ല. അപ്പൊ പണ്ട് കാലം മുതൽക്ക് നമ്മളെ കാരണവന്മാരൊക്കെ ഈ കെമിക്കൽ ഡൈ ഒന്നല്ല ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ അവർക്കൊക്കെ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് ശീലമില്ല. അവരും മുടി നരയ്ക്കാതെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരെയൊക്കെ അല്ലേ. അപ്പൊ അവരൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്റെ അമ്മയൊക്കെ ചെയ്തിരുന്നതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഈ കരിഞ്ജീരകം വറക്കുമ്പോൾ നന്നായി പൊടിയാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പിന്നെ ചൂടായ ഇരുമ്പിന്റെ കടായിലേക്ക് വേണം ഇതിടാൻ. വെള്ളം നനവുള്ളയിലേക്കോ തണുത്തേലേക്കോ ഇടരുത്. അപ്പോൾ ഇത് ഞാൻ കണ്ടതല്ലേ, ചിരട്ട കത്തിച്ചേരുന്ന കടായിയാണ്, ഇരുമ്പിന്റെ കടായി. നമ്മൾ ഡൈ ഉണ്ടാക്കണ കടായിയാണ്. അപ്പൊ ഇത് ഒരുപാട് കത്തിയിട്ട് ഉണ്ടാക്കരുത്. അപ്പൊ കയ്യിലെടുത്ത ഈ കരിഞ്ജീരകം നന്നായി നൈസായി പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇത് നല്ല ഒരു കറുത്ത കളർ വരുന്ന വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, വല്ലാതെ ലോ ഫ്ലെയിമിലും ഇടരുത്, വല്ലാതെ ഹൈ ഫ്ലെയിമിലും ഇടരുത്. അങ്ങനെ വേണത് നമ്മൾ വറക്കാനായിട്ട്. അപ്പോൾ വല്ലാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആവില്ല. വല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പൊടിയില്ല, നന്നായി നൈസായിട്ട് പൊടിയില്ല. അപ്പൊ അതിനായിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം. അതുപോലെ ചൂടായ കടായിലേക്ക് വേണം നമ്മൾ കരിഞ്ജീരകം ഇടാനായിട്ട്. അല്ലാതെ തണുത്ത കടായിൽ ഇട്ട് കഴിഞ്ഞാൽ കടായി ചൂടാവുമ്പോഴേക്കും ഇത് ശരിയാവില്ല, ഒരു പുറം കരിയാനൊക്കെ തുടങ്ങും. അപ്പൊ ഇത് ഒരേപോലെ മൂത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ചൂടുള്ള കടായിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പൊട്ടണ കണ്ടല്ലോ. ഇപ്പൊ ഇത് ഏകദേശം ഇതിന്റെ പാകമായി തുടങ്ങി. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ. ഇനി ഞാൻ നിർത്തി, ഇനി തണുക്കാൻ വെക്കാം. കണ്ടോ, കരിഞ്ജീരകം നമ്മളെ കയ്യിൽ എടുത്താൽ തന്നെ കണ്ട ഇങ്ങനെ കറുത്ത് ഇങ്ങനെ പൊടിയാൻ തുടങ്ങി. കണ്ടില്ലേ, നൈസായിട്ട് പൊടിയാൻ തുടങ്ങി. ഇങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ ഇതിന്റെ പാകം. അല്ലെങ്കിൽ ഇത് ഉള്ളിൽ വെളുത്ത കളർ ഉണ്ടെങ്കിൽ ഇത് പാകമായിട്ടില്ല എന്നാണ്ടോ. ഒക്കെ പൊടിഞ്ഞു പോയി. 2 മണിയെടുത്ത് മുഴുവൻ പൊടിഞ്ഞു കണ്ടോ, നൈസായി പൊടിഞ്ഞു. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് വേണമെങ്കിൽ പൊടിക്കാം, അമ്മിയിലിട്ടിട്ട് വേണമെങ്കിൽ പൊടിക്കാം. അമ്മിയിലിട്ടിട്ടാണെങ്കിൽ വൃത്തിയാവും. മിക്സിയിലാവുമ്പോ മിക്സിയുടെ പല്ലൊക്കെ ഈ ചിരട്ടല്ലേ, അപ്പൊ അതുകൊണ്ട് കേട് വന്നാലോ. അപ്പൊ നമുക്കിത് അമ്മിയിലിട്ടിട്ട് പൊടിക്കാന്ന്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ ചിരട്ടി ഇടാം കേട്ടോ. ഈ രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് അമ്മിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് മിക്സിയിലാവുമ്പോ നല്ലോണം മാറണം. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ മിക്സിയുടെ പല്ലൊക്കെ കേടി വരും, മിക്സി തെറിക്കും. അപ്പൊ അമ്മിയിലാണെങ്കിൽ നിങ്ങൾക്ക് തിരളം ചൂട് കൊടുക്കണം, എന്നെ പൊടിക്കാം, ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളെ ചിരട്ടയൊക്കെ നല്ല ദഹിച്ചു കണ്ടില്ലേ, ചിരട്ടയുടെ കഷ്ണങ്ങളൊക്കെ ദഹിച്ചു. ഇനി നമുക്കിത് അമ്മിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അമ്മിയിലിട്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് അമ്മിയിലാകുമ്പോ നമുക്ക് കണ്ടേളം ചൂട് കൊടുക്കാനെ പൊടിക്കാൻ ഒരു പേടിയില്ല. സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും തൊട്ടാൽ മതി കേട്ടോ. മിക്സിയിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ചൂടുള്ളത് ഇടരുത്. കാരണം മിക്സിയുടെ പല്ലൊക്കെ തെറിക്കും. മിക്സിയുടെ പല്ലല്ല, മിക്സി തന്നെ തെറിക്കും. മിക്സിയുടെ പല്ലൊക്കെ പൊട്ടും. ചിരട്ട അത്യാവശ്യം ബലണ്ടേ. ഇങ്ങനെ ആകുമ്പോ നിങ്ങൾക്കേ
യാതൊരു പേടിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആരും നിങ്ങളെ നരച്ചു പറഞ്ഞ് കളിയാക്കൂല. നിങ്ങൾക്ക് നല്ല അന്തസ്സായിട്ട് പുറത്തേക്ക് പോവാട്ടോ. നല്ല ഭംഗിയിൽ മുടിയൊക്കെ കറുത്ത മുടിയൊക്കെ ആയിട്ട്. അപ്പൊ നമുക്കിത് നല്ല പൊടിക്കട്ടെ കേട്ടോ. ഞാൻ ഒന്നും കൂടിയും പൊടിക്കാണ്ട്. അപ്പൊ ഇത് കണ്ടോ, നല്ല ശീല പൊടിയായി കണ്ടോ, നല്ല നൈസ് പൊടിയായി. ഇനി അപ്പൊ നമുക്കിത് ഈ ബൗളിലേക്ക് എടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഡപ്പയിൽ ഇട്ട് വെക്കാം കേട്ടോ. വേണ്ടത് ആവശ്യാനുസരണം നശിപ്പിക്കരുത്. അത് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തിരിക്കും, ഒരു കേടും വരില്ല. കാരണം നമ്മളെ കരിഞ്ജീരകവും ചിരട്ടിയാവുകൊണ്ടേ ഒരു മണം മാറി ഒന്നും ചെയ്യില്ല. എൻ്റെ എപ്പോഴും പണ്ടത്തെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കേടുമില്ല. ഞാൻ ആവശ്യാനുസരണം ഉപയോഗിക്കാറുണ്ട്. വീഡിയോ എടുക്കാനൊക്കെ ഉള്ളതല്ലേ എനിക്ക്. അപ്പൊ ഞാനിത് ബ്രഷിലാക്കിയിട്ടൊക്കെ മുടിയിൽ തേക്കാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് നമ്മളെ തലയോട്ടിയിൽ ഇരുന്ന് വെച്ചിട്ട് യാതൊരു ഫംഗൽ ബാധയോ ഒരു ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ പോവാനുള്ള ഒരു സംഭവമാണ്.